നമ്മുടെ അടുത്ത ചാപ്റ്റർ ഫ്രാക്ഷണൽ നമ്പേഴ്സാണ്, അതായത് ഭിന്നസംഖ്യകൾ. ഭിന്നസംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മുറിച്ച സംഖ്യകൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. P/Q രൂപത്തിലേക്ക് നമുക്ക് എഴുതാൻ പറ്റുന്ന സംഖ്യകളാണ് ആക്ച്വലി ഭിന്നസംഖ്യകൾ. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു വസ്തുവിനെ മുറിച്ച് രണ്ട് കഷ്ണമാക്കി കഴിഞ്ഞാൽ അത് വേറിട്ട് നിന്ന് അല്ലെങ്കിൽ മുറിക്കപ്പെട്ട രണ്ട് വസ്തുക്കളാണ് അല്ലേ. ഇപ്പോൾ ഒരു മുഴുവൻ ആപ്പിളിനെ മുറിച്ചിട്ട് നേരെ പകുതിയിൽ രണ്ട് കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ ആ ആപ്പിളിനെ രണ്ട് കഷ്ണങ്ങളായിട്ടാണ് ഇരിക്കുക, ഭിന്നിച്ചിട്ടാണ് ഇരിക്കുക, മുറിച്ച് മാറ്റപ്പെട്ട രീതിയിലാണ് ഇരിക്കുക. അപ്പോൾ സംഖ്യകൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ അവയെ നമുക്ക് ഭിന്നസംഖ്യകൾ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചിത്രം എടുക്കാം. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാധനം തന്നെയാണ്. എന്താണ്? പിസ്സയാണ്, പിസ്സ. ഓക്കെ, ഈ പിസ്സനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? കഷ്ണങ്ങളാക്കി മുറിക്കാൻ പോവാണ്. ഓക്കെ, 6 കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ പിസ്സനെ കട്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്യാണ്? 6 ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 6 കഷ്ണങ്ങളാക്കി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയേണ്ട കാര്യം ഇതാണ്: ഇതിലുള്ള ഒരു പിസ്സ എന്ന് പറയുന്നത് ഈ 6 കഷ്ണത്തിലുള്ള എത്ര എണ്ണമായിരിക്കും? 6 കഷ്ണമാക്കിയുള്ള ഒരു കഷ്ണമായിരിക്കും അതിലുള്ള ഒരു പിസ്സ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1/6 എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താണ്? ആ സംഖ്യ ഒരു മുഴുവനായിരുന്ന ഒരു വട്ടം അല്ലെങ്കിൽ 1 നമ്പറിട്ട ഈ ഒരു വൃത്തത്തിനെ ഞാൻ എന്ത് ചെയ്തു? 6 കഷ്ണങ്ങളാക്കി മാറ്റി. ഓക്കെ, ഇങ്ങനെ 6 കഷ്ണങ്ങളാക്കി മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? അതിലുള്ള 6 കഷ്ണങ്ങളും ആ ഓരോ ഭാഗങ്ങളായിട്ട് മാറി മാറി നിന്നു. ഓക്കെ, 6 കഷ്ണത്തിലെ ഓരോ ഭാഗങ്ങളായിട്ട് മാറി മാറി നിന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന സംഖ്യകളെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് വിളിക്കുന്നത്? ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഒരു ഭിന്നസംഖ്യയുടെ രീതി എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിലൊരു സർക്കിൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഈ സർക്കിൾ ഒന്നുകൂടെ നന്നാക്കിയിട്ട് വ്യക്തമായിട്ടൊന്ന് വരക്കുകയാണ്. ഓക്കെ, ഈ ഒരു സർക്കിള് ഓക്കെ, ഞാൻ ഈ സർക്കിളിൻ്റെ നടുവിലൂടെ എന്ത് ചെയ്യാണ്? ഇതിനെ 2 ഭാഗമായിട്ട് മുറിക്കുകയാണ്. ഓക്കെ, ഒരു ചുവപ്പ് വര നിങ്ങൾക്ക് പോയേ കാണാൻ പറ്റുന്നുണ്ടാവും. 1 എന്നും 2 എന്ന 2 നമ്പറുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 1 2. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ഒരു സർക്കിളിനെ മുറിച്ചിട്ട് 2 കഷ്ണങ്ങളാക്കി, 2 പകുതികളാക്കി മാറ്റി. 2 പകുതികൾ. ഓക്കെ, ഇതൊരു പകുതി, ഇത് രണ്ടാമത്തെ പകുതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ പകുതിനെ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഒരു നിറം കൊടുത്തിട്ട് ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ കൂടുതലായിട്ട് വ്യക്തമാവും. ഇതിലുള്ള ഈ ഒരു ചുവപ്പ് ഭാഗം, ഞാൻ ഈ ചുവപ്പ് നിറം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗമുണ്ട്. ഈ ഒരു ഭാഗത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണ്? ഒരു പകുതിയാണ്. ഓക്കെ, നമ്മളുടെ ഈ ഒരു ടോട്ടൽ നമ്മൾ ഈ വരച്ചൊരു സർക്കിളിലുള്ള ഒരു പകുതിയാണെന്ത്? ഇതിലുള്ളൊരു അരഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനതിന് നിറം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫുൾ വൃത്തമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഫുൾ വൃത്തത്തിന് ഞാൻ എന്ത് ചെയ്യാണ്? അങ്ങനെ പകുതി നിറം കൊടുക്കുകയാണ്. ഓക്കെ, ചുവപ്പ് നിറമാണ് ഞാൻ ഈ ആദ്യത്തെ പകുതിക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പകുതിയാണ്, 1/2 ആണ്. ഇനി അടുത്ത പകുതിക്ക് ഞാനൊരു നീല നിറമാണ് കൊടുക്കുന്നത് വിചാരിക്കുക. ഓക്കെ, നീല നിറം ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, സെക്കൻഡ് ഹാഫാണിത്. ഈ സെക്കൻഡ് ഹാഫിന് നമുക്കൊരു നീല നിറം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് ഹാഫിന് ഞാൻ ഒരു പകുതിക്ക് ഒരു ചുവപ്പ് നിറവും മറ്റു പകുതിക്ക് ഞാൻ നീല നിറം കൊടുത്തു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടിനെയും ഞാൻ തുല്യമായിട്ടാണ് ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിറം കൊടുത്ത് ഡിവൈഡ് ചെയ്ത് വേർതിരിച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ 2 നിറത്തിനെയും, ഇപ്പം ഈ ചുവപ്പും അതേപോലെ തന്നെ നീല ഭാഗവും ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? എനിക്ക് 2 ഭാഗങ്ങൾ കിട്ടി. ഓക്കെ, 2 ഭാഗങ്ങൾ. ഒന്ന് എന്താണ്? ഒന്ന് ചുവപ്പ് ഭാഗം, ഒന്ന് നീല ഭാഗം എന്ന് പറഞ്ഞിട്ട് 2 ഭാഗങ്ങൾ എനിക്ക് എന്ത് ചെയ്തു? ഇവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെയും ഇതിൻ്റെ പകുതി എന്ന് വിളിക്കുകയാണ്.
രണ്ട് ഭാഗങ്ങൾ കിട്ടിയപ്പോൾ ചുവപ്പിലുള്ളൊരു ഭാഗവും നീല നിറത്തിലുള്ളൊരു ഭാഗം കിട്ടിയപ്പോൾ അങ്ങനെ എനിക്ക് രണ്ട് ഭാഗങ്ങൾ ഇവിടെ കിട്ടി. ഈ രണ്ട് ഭാഗങ്ങൾ കിട്ടിയപ്പോൾ രണ്ട് തുല്യ ഭാഗങ്ങളാണ്. അപ്പോൾ രണ്ടും അതിൻ്റെ എന്താണ് നേർപകുതിയായിട്ടാണ് മാറിയത്. ഓക്കെ, അപ്പം ഇതിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആ നേർപകുതിയാക്കി വെച്ച ആ ഒരു അര ഭാഗത്തിന് 1/2 എന്നാണ് ഞാനവിടെ എഴുതി വെച്ചത്. ഓക്കെ, നമുക്ക് അര എന്നുള്ള ഒരു ടേം, അര നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അര. ഓക്കെ, അര, പകുതിനെ വിളിക്കുന്ന പേരാണ് അര. അതിന് നമുക്ക് 1/2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 1/2 എന്ന് എഴുതിയ 1/2 അതിന് രണ്ടിനെയും കൂടെ വിഭജിക്കാൻ ഉപയോഗിച്ച ഒരു വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നടുവിലൂടെ പോകുന്ന ഈ ഒരു ബൈ ആണ്. നീല അതിൽ ഞാനിപ്പം ഇങ്ങനെ കട്ടി കൂട്ടി വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആ രണ്ട് സംഖ്യകളെ വേർതിരിച്ച് ബൈ എന്നുള്ള ഡിവിഷണൽ ലൈന്. ഓക്കെ, അപ്പം ആ ബൈയിൻ്റെ മുകളിലും താഴെയായിട്ടാണ് രണ്ട് സംഖ്യകളുള്ളത്. മുകളിൽ 1 എന്നും താഴെ 2 എന്നുമുണ്ട്. അപ്പം ബൈയിൻ്റെ മുകളിൽ വരുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് ബൈ. ഓക്കെ, ബൈ. ഈ വരയുടെ മുകളിലുള്ള സംഖ്യനെ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവാൻ ന്യൂമറേറ്റർ എന്നും മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവാൻ അംശം എന്നും അതിനെ വിളിക്കാം. ഓക്കെ, അപ്പം ഒരു ബൈയിൻ്റെ മുകളിലുള്ളതിന് നമ്മൾ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം എന്നും ബൈയിന് താഴെ വരുന്നതിന് നമ്മൾ എന്താ വിളിക്കുക, അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് വിളിക്കും. ഡിനോമിനേറ്റർ മലയാളത്തിലെ കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഛേദം എന്ന് പറയുവാൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു അര നമുക്കിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, അര എന്നല്ല ഏതൊരു സംഖ്യ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും ഇപ്പോൾ 2/3, ഈ 2 എന്ന് പറഞ്ഞത് അതിൻ്റെ ന്യൂമറേറ്ററാണ്, 3 എന്ന് പറഞ്ഞത് അതിൻ്റെ ഡിനോമിനേറ്ററാണ്. അല്ലെങ്കിൽ 2 എന്നുള്ളത് അംശമാണ്, 3 എന്നുള്ളത് ഛേദമാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു സംഖ്യ നമ്മൾ കിട്ടിക്കഴിഞ്ഞാലും മുകളിലുള്ളതിന് നമ്മൾ അംശമെന്നും അതേപോലെ താഴെയുള്ളതിന് നമ്മൾ ഛേദമെന്നാണ് വിളിക്കുക. ഓക്കെ, മുകളിൽ വരുന്ന ആ വരയ്ക്ക് മുകളിൽ വരുന്ന നമ്പർ ഏതാണോ ആ നമ്പറിന് നമ്മൾ അംശമെന്ന് വിളിക്കും, താഴെ വരുന്ന നമ്പറിന് നമ്മൾ ഛേദമെന്ന് വിളിക്കും. ഓക്കെ, ഇതാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താണ് ഈ ഒരു പിസ്സയുടെ ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. അതിൽ തന്നെ നമുക്ക് എന്താണ് ന്യൂമറേറ്റർ, എന്താണ് ഡിനോമിനേറ്റർ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഞാനൊരു ഫുൾ പിസ്സ ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ആ ഒരു ഫുൾ പിസ്സനെ ഞാൻ നേരെ പകുതിയാക്കി മാറ്റി. ഓക്കെ, ഞാൻ നേരത്തെ രണ്ട് കളർ കൊടുത്ത പോലെ തന്നെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കിയിട്ട് ഞാനിവിടെ മാറ്റി. ഓക്കെ, ആദ്യത്തെ ഹാഫ്, രണ്ടാമത്തെ ഹാഫ്. ഓക്കെ, അപ്പം എനിക്ക് ആ ഒരു 1/2 ഞാൻ പറഞ്ഞല്ലോ ന്യൂമറേറ്റർ എന്നുള്ളത് മുകളിലത്തെ സംഖ്യയും ഡിനോമിനേറ്റർ എന്നുള്ളത് താഴത്തെ സംഖ്യയുമാണെന്നുള്ളത്. അപ്പോൾ എന്താണ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ വോൾ, ആ മുഴുവൻ ഭാഗങ്ങളിലുള്ള ഒരു പാർട്ട് ഉണ്ടല്ലോ, ഒരു ഭാഗം, ആ ഒരു ഭാഗത്തിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്ററിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. മൊത്തത്തിലുള്ള എണ്ണത്തിലുള്ള ഭാഗങ്ങൾ, എത്ര എണ്ണം ഓരോരോ മുറിച്ച് എത്ര ഭാഗങ്ങളുണ്ടോ അതിലുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും, ഇതിൻ്റെ ന്യൂമറേറ്റർ എന്ന് വിളിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പിസ്സ സ്ലൈസസ്. ഇപ്പോൾ ഇവിടെ രണ്ട് കഷ്ണങ്ങളാണ് എന്തുള്ളത്, പിസ്സ ഉള്ളതെന്ന് നിങ്ങൾ വിചാരിക്കുക. രണ്ട് കഷ്ണങ്ങൾ, ഇപ്പോൾ നമ്മളൊരു ഫുൾ പിസ്സനെ മുറിച്ച് രണ്ട് കഷ്ണങ്ങളാക്കി. ആ രണ്ട് കഷ്ണങ്ങളെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഡിനോമിനേറ്റർ എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ ഛേദം എന്നുള്ള പേരിട്ട് വിളിക്കുന്നത് ഈ രണ്ട് നമ്പേഴ്സിനെയും കൂടെ നമ്മൾ കൂട്ടിയിട്ട് വിളിക്കുന്ന പേരാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണ് എന്തുള്ളത്, നമുക്ക് ഈ ഒരു ബൈയുടെ അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യയിലുള്ള രണ്ട് ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ന്യൂമറേറ്ററാണ്, രണ്ടാമത്തെ ഡിനോമിനേറ്ററാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വളരെ സിമ്പിളായിട്ട് ഒരു ഹാഫ് എന്താണെന്നുള്ള, ഒരു പകുതി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നോക്കുക, നിങ്ങൾ 10 വിദ്യാർത്ഥികളാണ് ഫുട്ബോൾ കളിക്കുന്നത്. ഗ്രൂപ്പിനെ 2 തുല്യ ടീമുകളായിട്ട് നിങ്ങളോട് വിഭജിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. 10 കുട്ടികളാണ് ടോട്ടലുള്ളത്. ഓക്കെ, ആ 10 കുട്ടികളെയും കൂടെ തുല്യമായിട്ട് നിങ്ങളോട് വിഭജിക്കാൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ടീമിനും എത്ര കളിക്കാർ വീതം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ എണ്ണി നോക്കി, എത്ര കളിക്കാരുണ്ടായാലും 10 കളിക്കാരുണ്ട്, ശരിയാണ്. ഈ 10 കളിക്കാരെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇനി തുല്യമായിട്ട് വിഭജിക്കാൻ പറ്റണം. അപ്പോൾ നമുക്കിതിന് ആൻസറായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എൻ്റെ ഒരു ആൻസർ 2 ടീമിനാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ടീം 1 എന്നും ടീം 2 എന്നും. ടീം 1-ലും 5 ആളാണുള്ളത്, ടീം 2-ലും 5 ആളാണുള്ളത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ 10 എണ്ണം ടീമിനെ 2 തുല്യ ഭാഗങ്ങളായിട്ട് മാറ്റി. ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഹാഫ്സ്.
പകുതി എന്ന് പറയുന്നത്, തുല്യ പകുതി എന്ന് പറഞ്ഞത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി കുറച്ച് ഹാഫ് ഭിന്നസംഖ്യകൾക്ക് അല്ലെങ്കിൽ പകുതി പോലെ വരുന്ന ഭിന്നസംഖ്യകൾക്ക് ഉള്ള ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഭിന്നം എത്രയാണെന്നുള്ളത് കണ്ടെത്തുകയാണ് വേണ്ടത്. ഓക്കെ, ഇതിൽ നിറം കൊടുത്ത ഭാഗമുണ്ട്, നിറം കൊടുക്കാത്ത ഭാഗമുണ്ട്. നമുക്ക് ആദ്യം നിറം കൊടുത്ത ഭാഗങ്ങളുടെ ഭിന്നം എത്ര വരും നോക്കാം. നിങ്ങൾ നോക്കി, ഈ ഒരു നക്ഷത്രത്തിന് തുല്യമായിട്ട് 2 ഭാഗമായിട്ടാണ് തിരിച്ചത്. ഓക്കെ, ഞാൻ 2 ഡോട്ടാണ് ഇട്ട് വെച്ചിട്ടുണ്ട്, 2 ഭാഗങ്ങളാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ആകെ നമ്മുടെ കയ്യിൽ 2 ഭാഗങ്ങളേ ഉള്ളൂ, ഒന്ന് നിറം കൊടുത്ത ഭാഗം, മറ്റൊന്ന് നിറം കൊടുക്കാത്ത ഭാഗം. ഓക്കെ, അപ്പോൾ നിറം കൊടുത്ത ഭാഗത്തിൻ്റെ ഭിന്നം വരുന്നത് എത്രയാണ്? നിറം കൊടുത്ത ഭാഗം 1 ഉള്ളൂ. ടോട്ടൽ എത്ര ഭാഗമുണ്ട്? 2 ഭാഗമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ എന്താണ് വരിക? 1/2 ആണ് വരിക. ഇതേപോലെ തന്നെ നിറം കൊടുക്കാത്ത ഭാഗത്തിൻ്റെ ഫ്രാക്ഷൻ എന്താണ് വരിക? 1/2 ആണ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചിത്രം നോക്കാം. ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സർക്കിളിൽ 4 കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, 1 2 3 4 അങ്ങനെ 4 കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലൊരു കഷ്ണത്തിന് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നിറം കൊടുത്തിട്ടുള്ളത്. നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിറം കൊടുത്ത ഭാഗത്തിൻ്റെ ഭിന്നം എത്രയാണെന്നുള്ളതാണ്. എത്രയാണ് നിറം കൊടുത്ത ഭാഗത്തിൻ്റെ ഭിന്നം വരിക? ഓക്കെ, 3/4 അല്ലേ, സോറി 3, അതായത് നിറം കൊടുത്തത് ഒരൊറ്റ ഭാഗത്തിനാണ് നിറം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ 1 നമ്മൾ എഴുതി. എന്നിട്ട് നിറം ടോട്ടൽ എത്ര ഭാഗങ്ങളുണ്ട്? നിറം കൊടുത്തതും കൊടുക്കാത്ത എല്ലാം കൂടെ കൂട്ടിയിട്ട് 4 ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നിറം കൊടുത്ത ഭാഗത്തിൻ്റെ ഭിന്നമായിട്ട് 1/4 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിറം കൊടുക്കാത്ത ഭാഗം എത്ര ഉണ്ട് നോക്കുക നിങ്ങൾ. നിറം കൊടുക്കാത്ത ഭാഗം 3 ഭാഗങ്ങളാണുള്ളത്. ഓക്കെ, ഞാൻ റെഡിനോട് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 3 ഭാഗങ്ങൾ. അപ്പം 3 ടോട്ടൽ എത്ര ഭാഗങ്ങളുണ്ട്? നിറം കൊടുത്തതടക്കം 4 ഭാഗങ്ങളുണ്ട്. അപ്പം നിറം കൊടുത്തതിൻ്റെ ഭിന്നം 1/4 നിറം കൊടുക്കാത്തതിൻ്റെ ഭിന്നം ഫ്രാക്ഷന് 3/4 ആണ്. ഇനി നോക്ക്, ഈ ഒരു നക്ഷത്രം നോക്ക് നിങ്ങൾ. ഈ ഒരു നക്ഷത്രം ഇവിടെ 5 ഭാഗങ്ങളുണ്ട് ടോട്ടൽ. ഓക്കെ, 5 ഭാഗങ്ങളുണ്ട്. ഞാനവിടെ കുത്തിട്ട് വെക്കുന്നുണ്ട് 5 ഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ 5 ഭാഗങ്ങളിൽ എത്ര ഭാഗത്തിനാണ് നിറം കൊടുത്തത് നിങ്ങൾ നോക്ക്. എത്ര ഭാഗം കൊടുത്തിട്ടുണ്ട് മോളെ? ഓക്കെ, 3 ഭാഗങ്ങളിൽ നിറം കൊടുത്തിട്ടുണ്ട്. ശരിയല്ലേ? 3 ഭാഗങ്ങളിൽ നിറം കൊടുത്തിട്ടുണ്ട്. ഈ 3 നിറം കൊടുത്തതാണ്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 5. അപ്പോൾ ഇതിൻ്റെ നിറം കൊടുത്തതിൻ്റെ ഫ്രാക്ഷൻ എത്രയാണ് നമ്മൾ എഴുതുക? 3/5 എന്നാണ് എഴുതുക. അങ്ങനെയാണെങ്കിൽ നിറം കൊടുക്കാത്ത ഭാഗം എത്ര ഉണ്ട്? ഇവിടെ 2 ഉണ്ട്. 2. ഓക്കെ, ഞാൻ ഡോട്ട് ചോപ്പിനെ കൊണ്ടാണ് ഇവിടെ നിറം കൊടുക്കാത്ത ഭാഗത്തിന് കാണിച്ചു തരുന്നത്. അതായത് വൈറ്റിൽ കിടക്കുന്നത് എത്ര ഉണ്ട്? 2 ഉണ്ട്. 2/5 ആണത്. ഓക്കെ, ഇനി ഇതേപോലെ ഇവിടെ വേറൊരു സർക്കിളുണ്ട്. ഈ ഒരു സർക്കിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 2 ഭാഗങ്ങൾ നിറം കൊടുത്തതും 2 ഭാഗങ്ങൾ നിറം കൊടുക്കാത്തതുമാണ്. അപ്പോൾ നമ്മൾ നിറം കൊടുത്ത ഭാഗത്തിൻ്റെ ഫ്രാക്ഷൻ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? യെസ്, വെരി ഈസിയാണ്. 2/4. നിറം കൊടുക്കാത്ത ഭാഗവും അതും 2/4. കാരണം നിങ്ങൾക്ക് ആലോചിക്കാൻ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ 2 നിറം കൊടുക്കാത്ത ഭാഗമുണ്ട്. ടോട്ടൽ എത്ര ഉണ്ട്? 4 നിറം കൊടുത്ത ഭാഗങ്ങളുണ്ട്. ഓക്കെ, ടോട്ടൽ 4 നിറം കൊടുത്ത ഭാഗങ്ങളുണ്ട്. അപ്പം 2/4. ഇനി അടുത്ത ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്ക്. ഈ ഒരു ചിത്രത്തിൽ എത്ര ഉണ്ട്? ഇവിടെ നിറം കൊടുത്ത ഭാഗം എത്ര ഉണ്ട്? 1 2 3 4. ടോട്ടൽ എത്ര ഉണ്ട്? 5 6 7 8 ഉണ്ട്. അപ്പോൾ നിറം കൊടുത്തതിൻ്റെ ഭിന്നം 4/8. ഓക്കെ അല്ലേ? നിറം കൊടുക്കാത്തതും 4/8. ഈ ഒരു ചിത്രം നോക്കുക നിങ്ങൾ. ഇവിടെ നിറം കൊടുത്തതും കൊടുക്കാത്തതുമായിട്ട് എത്ര ഉണ്ട്? ഒറ്റൊന്നിനും നിറം കൊടുത്തിട്ടില്ല അല്ലേ? ടോട്ടൽ എത്ര ഉണ്ട്? നിറം കൊടുക്കാത്തത് 6 ഉണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ കള്ളികൾ എത്ര തന്നെയാണ്? 6. അപ്പോൾ നിറം കൊടുക്കാത്തതിൻ്റെ ഭിന്നം വരുന്നത് 6/6. ഓക്കെ, നിറം കൊടുത്തത് അവിടെ ഒന്നുമില്ല. ഇനി ഈ ഒരു ചിത്രം നോക്ക്. ഇവിടെ ഒരു സർക്കിളിനെ 2 കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ നിറം കൊടുത്തതിൻ്റെ ഭിന്നം എത്രയാണ് വരുന്നത്? 1/2 അല്ലേ? 2 ഭാഗമുള്ള നിറം കൊടുക്കാത്തതും 1/2, നിറം കൊടുത്തതും 1/2. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ എന്താണ്? ഒരു ചതുരമുണ്ട്. അതിലെന്ത് ചെയ്തിട്ടുണ്ട്? 4 കള്ളികളുണ്ട്. അതിൽ നിറം കൊടുത്തത് എത്ര എണ്ണമാണുള്ളത്? യെസ്, 2/4 അല്ലേ? 2/4. 2 എന്താണ്? 4 ഭാഗവും 2 ഭാഗവും നിറം കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിറം കൊടുക്കാത്തതും 2/4. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളൊരു ചിത്രം നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഭിന്നസംഖ്യനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ അടുത്ത് നോക്കാവുന്നതാണ് ക്വാർട്ടേഴ്സ് എന്താണെന്നുള്ളത്. 4ൽ ഒരു ഭാഗത്തിന് നമുക്ക് വിളിക്കുന്ന പേരാണ് ക്വാർട്ടർ. ഓക്കെ, മറ്റേ നമ്മൾ ഹാഫാണ് വിളിക്കുക. 4ലൊരു ഭാഗത്തിന് ക്വാർട്ടർ. ഓക്കെ, അപ്പം 4 ഈക്വൽ ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ അതിലുള്ളൊരു ഭാഗത്തിനാണ് നമ്മളതിൻ്റെ 4/1 ഭാഗത്തിന് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ പിസ്സന നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. 4 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്.
ഓക്കെ, ആ 4 കഷ്ണങ്ങളെയും തുല്യമാക്കിയിട്ടാണ് ആക്കിയത്. അതിലുള്ളൊരു കഷ്ണം അതിൻ്റെ 4 ഒന്നായിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഒന്നുകൂടെ നോക്കാം. ഈ ഒരു ചിത്രം തന്നു കഴിഞ്ഞാൽ ഇതിൽ ഭിന്നങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എത്രയാണ് നിറം കൊടുത്തത്, ഒറ്റ ഒന്നാണുള്ളത്. ഓക്കെ, ഒറ്റ ഒന്ന്. ടോട്ടൽ എത്ര കള്ളികളുണ്ട്? ടോട്ടൽ 6 കള്ളികളുണ്ട്. അപ്പോൾ നിറം കൊടുത്തതിൻ്റെ മാത്രം ഭിന്നം എത്രയാണ് വരുന്നത്? 1/6 ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിറം കൊടുക്കാത്ത ഭാഗത്തിൻ്റെ ഭിന്നം എന്താണ് വരുന്നത്? ടോട്ടൽ എത്ര ഉണ്ട്? നിറം കൊടുക്കാത്തത് 5 എണ്ണം ഉണ്ട്. ഓക്കെ, 5 എണ്ണം ഉണ്ട്. മൊത്തം എത്ര കളികളുണ്ട്? 6 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ നിറം കൊടുത്തത് നിറം കൊടുക്കാത്തത് 5/6, നിറം കൊടുത്തത് 1/6 വരുന്നുണ്ട്. ഇനി ഒരു ചിത്രം നോക്കി. ഈ ഒരു ചിത്രത്തിൽ നിറം കൊടുക്കാത്തത് 1, 2, 3 ഉണ്ട്. നിറം കൊടുത്തത് 1 ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിറം കൊടുക്കാത്തതിൻ്റെ ഭിന്നം നമ്മൾ എഴുതുമ്പോൾ 3 എണ്ണം നിറം കൊടുക്കാത്തതുണ്ട്. ടോട്ടൽ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. നിറം കൊടുത്തതിന് ഭിന്നം നമ്മൾ എഴുതുമ്പോൾ ഒരൊറ്റ ഒന്നേ എന്തുള്ളൂ നിറം കൊടുത്തുള്ളൂ. ടോട്ടൽ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ഒരു ചിത്രം കൂടെ നോക്കാം. ഇവിടെ എന്താണുള്ളത്? ഈ ഒരു ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 4 എണ്ണത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്? നിറം കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4. ഓക്കെ, നിറം കൊടുക്കാത്തത് ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിറം കൊടുത്തതിൻ്റെ ഭിന്നം നമ്മൾ പറയുമ്പോൾ 4 ടോട്ടൽ എത്ര ഉണ്ട്? 5. നിറം കൊടുത്തതിൻ്റെ ഭിന്നം 1/5. ഓക്കെ അല്ലേ? നിറം കൊടുക്കാത്തതിൻ്റെ ഭിന്നം 1/5. നിറം കൊടുത്തത് 4 4/5. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ഒരു എക്സാമ്പിളിൽ നിറം കൊടുത്തത് 1, 2 അല്ലേ? നിറം കൊടുക്കാത്തത് എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6. അപ്പോൾ നിറം കൊടുത്തതിന് പിന്നെ നമ്മൾ എത്ര ചെയ്താൽ? 2/8. നിറം കൊടുത്ത ഭാഗത്തിന്. നിറം കൊടുക്കാത്തതിന് നമ്മൾ 6/8 എന്ന് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിലുള്ള ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കുക. ചിത്രം ഒന്ന് പൗസ് ചെയ്തിട്ട് നമ്മളുടെ വീഡിയോ ഒന്ന് പൗസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കി താഴെയുള്ള ഈ ഒരു ചിത്രങ്ങളുടെയൊക്കെ നിറം കൊടുത്തതിൻ്റെയും കൊടുക്കാത്തതിൻ്റെയൊക്കെ ഭിന്നം എത്രയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തുക. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഈ ഒരു ചിത്രവും നിങ്ങൾ എന്ത് ചെയ്യുക? പൗസ് ചെയ്തിട്ട് ഇവിടെ നിറം കൊടുത്തതും കൊടുക്കാത്തതിൻ്റെയും ഫ്രാക്ഷൻ എത്ര വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, വളരെ ഈസിയാണ്, ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരു വോൾ എന്ന് പറഞ്ഞാൽ ഒരു മുഴുവൻ ഭാഗത്തിന് നമുക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും? മുഴുവൻ ഭാഗത്തിന് 1/1. കാരണം ഒരു സംഖ്യയിൽ 1 ഒരു തവണയേ പോവുള്ളൂ. ഓക്കെ, 1/1. അതിനർത്ഥം എന്താണ്? ഒരു സംഖ്യയിൽ 1 ഒരു തവണയേ പോവുള്ളൂ. അതാണ് ഒരു മുഴുവൻ സാധനം. ഇവിടെ നിറം കൊടുത്തത് ഒരൊറ്റ ഒന്നേ ഉള്ളൂ. ആ നിറം കൊടുത്തത് 1 ടോട്ടൽ എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. അങ്ങനെ 1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അതായത് ഒരു സംഖ്യ അതേ സംഖ്യനെ കൊണ്ട് നമ്മൾ ഹരിച്ച് കഴിഞ്ഞാൽ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, എന്താണ് വോൾ? ഒരു മുഴുവൻ എന്നുള്ളതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വോൾ എന്നുള്ളൊരു ടേമിനെ സൂചിപ്പിച്ച് തന്നത്. ഇനി അടുത്തത് ഹാഫ്സ്, പകുതി എന്താണെന്നുള്ളത്. 2 തുല്യ പെട്ടികളുണ്ട്. അതിൽ 2 തുല്യ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ അതിലുള്ള ഒരു കഷ്ണത്തിന് നമുക്ക് അതിൻ്റെ പകുതി എന്ന് വിളിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കുക, 2 പെട്ടികളുണ്ട്. അതിലൊരു പെട്ടിക്ക് എന്ത് ചെയ്തു? ഓറഞ്ച് നിറം കൊടുത്തു. ആ ഓറഞ്ച് നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തുല്യ പകുതിയാണ്. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ ഹാഫ് 1/2 ആയിട്ട് മാറ്റാൻ പറ്റും. പിന്നെയോ തേർഡ്സ്. ഓക്കെ, തേർഡ്സ് എന്ന് പറഞ്ഞാൽ 3 ഭാഗം. 3 തുല്യ പെട്ടികളുണ്ട്. അതിലൊരു പെട്ടിക്ക് നിറം കൊടുത്തു. ആ ഒരു പെട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുല്യമായിട്ടുള്ള 3 എണ്ണത്തിൽ 1. ഓക്കെ, 3 ഭാഗമാക്കിയുള്ള 1. ഇതേപോലെ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഭാഗമാണ്. 4 പെട്ടികളുണ്ട്. 4 പെട്ടിയിൽ ഒരു പെട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നിറം കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? 4 ഭാഗം എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ്. 5th എന്താണ്? 5 ഭാഗം. അതേപോലെ 6th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഭാഗം. 8th എന്താണ്? 8 ഭാഗം. 10th 10 ഭാഗം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസും ചെയ്ത് നോക്കാം. ഈ ഒരു ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കുറച്ച് ബോക്സുകളുണ്ട്. ആ ബോക്സിൽ ചില ആളുകൾക്ക് നിറം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിറം കൊടുത്ത ആളുടെ എണ്ണം 1, 2, 3, 4, 5 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിറം കൊടുത്ത ഭാഗത്തിൻ്റെ ഭിന്നം നിങ്ങളോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിറം കൊടുത്തത് 5 എണ്ണമുണ്ട്. ടോട്ടൽ എത്ര എണ്ണമുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ? കാണാൻ പറ്റുന്നുണ്ടാവും. 1, 2, 3, 4, 5, 6, 7, 8. അങ്ങനെ 8 കള്ളികൾ ടോട്ടലുണ്ട്. ഓക്കെ, നിറം കൊടുത്തത് എത്രയേ ഉള്ളൂ?
അതിൽ 5 എണ്ണേ ഉള്ളൂ. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് നിറം കൊടുക്കാത്ത ഭാഗത്തിൻ്റെ ഭിന്നം എഴുതാൻ പറയുകയാണെങ്കിൽ 1, 2, 3 3 എന്തുണ്ട്, നിറം കൊടുക്കാത്തതുണ്ട്. ടോട്ടൽ എത്ര തന്നെയാണുള്ളത്, 8 തന്നെയാണുള്ളത്. ഓക്കെ അല്ലേ, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എളുപ്പമല്ലേ? ഓക്കെ, ഈ ഒരു ചിത്രം നോക്കുക നിങ്ങൾ. ഈ ഒരു ചിത്രത്തിൽ എന്താണ്, നിറം കൊടുത്ത ഭാഗത്തിൻ്റെ ഭിന്നം നിങ്ങളോട് എഴുതാൻ പറയുകയാണ്. നിറം കൊടുത്ത ഭാഗത്ത് എത്ര ഉണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, അപ്പോൾ നിറം കൊടുത്തത് 9 ഉണ്ട്. ടോട്ടൽ എത്ര എണ്ണം ഉള്ളതിൽ അവസാനത്തും കൂടി എണ്ണി കഴിഞ്ഞാൽ 10 എണ്ണം എന്തുണ്ട്, ടോട്ടൽ കള്ളികളുണ്ട്. ഇനി ഇതിൽ നിറം കൊടുക്കാത്തതിനാണ് ചോദിക്കുന്നതെങ്കിൽ 1/10 ആണ് വരിക. ഓക്കെ അല്ലേ? അപ്പം ഇത് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ സ്ക്രീനിൽ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് പൗസ് ചെയ്തിട്ട് ഓരോന്നും എന്ത് ചെയ്യുക, അതിൻ്റെയൊക്കെ ഭിന്നം എത്രയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു കള്ളി ഇതാണ്. ഇനി അടുത്തൊരു കള്ളി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു കള്ളിയിൽ മഞ്ഞ പെട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭിന്നം എത്രയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാ ഈ ഒരു പെട്ടി നോക്കാം. അവിടെ ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട് എന്താണ്, 3 എണ്ണം നിറം കൊടുക്കാത്തതുണ്ട്. ഓക്കെ, അപ്പം 3/5 നിറം കൊടുത്തതാകുമ്പോൾ എത്ര എണ്ണം ഉണ്ടാവും, 2 എണ്ണമാണുള്ളത്. അപ്പോൾ 2/5 വരും. ഓക്കെ, ഈ ഒരു ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിറം കൊടുത്തതും കൊടുക്കാത്തതും രണ്ടും 2ൽ 4 2 ഭാഗമാണുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു ചിത്രം നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു ചിത്രത്തിൽ എത്ര നിറം കൊടുത്തിട്ടുണ്ട്, 5 എണ്ണത്തിന് നിറം കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ എത്ര ഉണ്ട്, 10 എണ്ണം ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും നിറം കൊടുത്തതും കൊടുക്കാത്തതും ഭിന്നം വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കാം. ഓക്കെ, ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഞാനിങ്ങനെ നീക്കുന്നുണ്ട്. നിങ്ങൾ ഓരോന്ന് പൗസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യാം നോക്കുക. ഓക്കെ, ഈ ഒരു ചിത്രം 3 എണ്ണത്തിൽ നിറം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക. ഇതിൽ 3 എണ്ണത്തിൽ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ പക്ഷേ 10 എണ്ണം ഉണ്ട്. ഈ ഒരു ചിത്രം നോക്കുക. ഓക്കെ, ഈ ഒരു ചിത്രം നോക്കുക. ഈ ഒരു ചിത്രം നോക്കുക. ഈ ഒരു ഓറഞ്ച് പെട്ടി കളർ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ഓക്കെ, വയലറ്റ് നിറത്തിലുള്ളതുണ്ട് ബോക്സ്, മറ്റൊന്നുണ്ട്. ഓക്കെ, ഇത് നോക്കുക. യെസ്, ഓക്കെ, ഈ ഒരു ചിത്രം കൂടെ നോക്കുക. ഓക്കെ, 3 എണ്ണം ടോട്ടൽ ഉണ്ട്. അതിൽ 2 എണ്ണത്തിന് നിറം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭിന്നം എത്ര വരിക എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഭിന്നങ്ങളെ പറ്റിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കണ്ടൻറ്റ്. ഇനി നമ്മൾ ഭിന്നസംഖ്യകൾ 3 തരത്തിലുണ്ട്. ആ 3 തരത്തിലുള്ള ഭിന്നസംഖ്യകളെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് എന്താണ്, പ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാധാരണ ഭിന്നസംഖ്യ. ഓക്കെ, സാധാരണ ഭിന്നസംഖ്യനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ എന്താണ് ഈ സാധാരണ ഭിന്നസംഖ്യേൻ്റെ പ്രത്യേകത? നമുക്കറിയാം, ഒരു ബൈ എന്നുള്ള ഈ ഒരു വരയുടെ മുകളിലും താഴെയായിട്ട് 2 തരം സംഖ്യകളുണ്ട് എന്നുള്ളത്. അപ്പം മുകളിൽ വരുന്ന സംഖ്യനെ നമ്മൾ അംശം എന്നും താഴെയുള്ളവരിനെ ഛേദമെന്ന് വിളിക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ ന്യൂമറേറ്റർ എന്നും അതേപോലെ താഴെയുള്ളതിനെ ഡിനോമിനേറ്റർ എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് സാധാരണ ഭിന്നസംഖ്യേൻ്റെ പ്രത്യേകത അറിയാം നിങ്ങൾക്ക്? ഇവിടുത്തെ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളിലും ചെറുതായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കി, 1 ആണോ 2 ആണോ വലുത്? തീർച്ചയായിട്ടും 2 ആണ് വലുത്. ഓക്കെ, അപ്പോൾ മുകളിലുള്ള സംഖ്യ എന്തായിരിക്കും, ചെറുതാണ്. ഇവിടെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, അംശം ഛേദത്തിനേക്കാളും എന്താണ്, ചെറുതാണ്. അല്ലെങ്കിൽ ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിനോമിനേറ്റർ. ഇനി അതല്ല, അത് നമുക്ക് വേറെ രീതിയിൽ പറയാം. താഴെയുള്ള സംഖ്യ ഛേദമാണല്ലോ, ഛേദം അംശത്തിനേക്കാൾ വലുതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാളും വലുതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതിന് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ എഴുതി നോക്കുകയാണെങ്കിൽ എങ്ങനെ വരിക? യെസ്, ഇതേപോലെ 2/4 നമുക്ക് പറയാൻ പറ്റും അല്ലേ, കാരണം അവിടുത്തെ അംശം ചെറുത്തും ഛേദം വലുതാണ്. 5/10, 6/9 അല്ലേ, 1/10 ഇങ്ങനെ ഏതും നിങ്ങൾക്ക് പറയാം. കാരണം എന്താ, അവിടുത്തെ മുകളിലെ സംഖ്യ എന്താണ്, ചെറുതാണ്, താഴെയുള്ള സംഖ്യ വലുതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സാധാരണ ഭിന്നസംഖ്യേൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തായിരിക്കും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
ഒരു അസാധാരണത്വം കാണിക്കുന്നതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അതായത് അതിന് നമുക്ക് വിളിക്കാവുന്ന പേരാണ് വിഷമ ഭിന്നസംഖ്യ. ഓക്കെ, എന്താ വിളിക്കുക? വിഷമ ഭിന്നസംഖ്യ. വിഷമ ഭിന്നസംഖ്യയുടെ പ്രത്യേകത എന്താണ്? നേരെ തിരിച്ചായിരിക്കും. ഇവിടുത്തെ വലിയ ആൾ അംശമായിരിക്കും, ചെറിയ ആൾ ആരായിരിക്കും? ഛേദമായിരിക്കും. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് 3/2. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? അംശം ഛേദത്തിനേക്കാളിലും വലുതാണ്, അല്ലെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളിലും വലുതാണ്. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ പറയണമെങ്കിൽ താഴെയുള്ള ആൾ ഛേദമാണല്ലോ, ഛേദം ആരേക്കാൾ ചെറുത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അംശത്തിനേക്കാൾ ചെറുത് എന്ന് പറയാൻ പറ്റും. ഛേദം ലെസ് ദാൻ അംശം, ഡിനോമിനേറ്റർ ലെസ് ദാൻ ന്യൂമറേറ്റർ. ഓക്കെ, അപ്പോൾ മുകളിൽ വലിയ സംഖ്യ വരുന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് പേരിട്ട് വിളിക്കാം? വിഷമ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള ഫ്രാക്ഷൻസിനാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഒന്ന് സാധാരണ ഭിന്നസംഖ്യ, ഒന്ന് വിഷമ ഭിന്നസംഖ്യ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? മിക്സ്ഡ് ഫ്രാക്ഷനാണ്, മിശ്ര ഭിന്നസംഖ്യ. മിശ്ര ഭിന്നസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രത്യേകത ഉണ്ട് മിശ്ര ഭിന്നസംഖ്യക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേര് പോലെ തന്നെയാണ്, അതൊരു മിക്സ്ഡ് ആണ്, ഒരു കൂടിച്ചേർന്ന ഒരു ഐറ്റമാണ്. എന്തൊക്കെയാണ് ഇതിൽ കൂടിച്ചേർന്നത് നിങ്ങൾ നോക്കും. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും 2 എന്നുള്ളത്. ഈ 2 എന്നുള്ളത് ഒരു എണ്ണൽ സംഖ്യയാണ്, കാരണം നമ്മൾ എണ്ണാനാണ് 2 ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എണ്ണൽ സംഖ്യ, ഈ 2 എന്നുള്ള സംഖ്യ ഒരു സാധാരണ ഭിന്നസംഖ്യൻ്റെ കൂടെ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എണ്ണൽ സംഖ്യ പ്ലസ് സാധാരണ ഭിന്നസംഖ്യ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? മിശ്ര ഭിന്നസംഖ്യ. നാച്ചുറൽ നമ്പേഴ്സ് പ്ലസ് പ്രോപ്പർ ഫ്രാക്ഷൻ. ഓക്കെ, ഇപ്പം നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1.5, 1.25, 1.25 എന്നൊക്കെ നമ്മൾ പറയണ്ടല്ലോ. ഇവിടെ ഉള്ളത് 2.25. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യൻ്റെ കൂടെ ആരും വന്നതാണ്, എണ്ണൽ സംഖ്യൻ്റെ കൂടെ സാധാരണ ഭിന്നസംഖ്യയും കൂടെ കൂടി ചേർന്നുകൊണ്ടാണ് നമുക്ക് അതിന് എന്ത് പേരിട്ട് വിളിക്കാൻ പറ്റുന്നത്? മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നസംഖ്യ എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് 3 തരത്തിലുള്ള ഭിന്നസംഖ്യകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭിന്നസംഖ്യ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് 3 തരത്തിലുള്ള ഫ്രാക്ഷൻസ്, അതിനുള്ള എക്സാമ്പിൾസൊക്കെ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ് ഒരു ഉദാഹരണം എഴുതുന്നെങ്കിൽ 9/2, മുകളിലെ സംഖ്യനെ വലുതാക്കി കൊടുക്കുക, 10/5, 4/3. ഓക്കെ, ഇങ്ങനെയൊക്കെ കൊടുക്കാം. നമ്മളൊരു മിക്സ്ഡ് ഫ്രാക്ഷനാണ് ഉദാഹരണം എഴുതുന്നെങ്കിൽ 3/4, 5/4, 6/2/8. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മിക്സ്ഡ് ഫ്രാക്ഷനെ നമുക്ക് എഴുതാൻ പറ്റും. കാരണം അതിലുള്ള ആരാണ്? എണ്ണൽ സംഖ്യയും അതേപോലെ തന്നെ ഒരു സാധാരണ ഭിന്നസംഖ്യയാണുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ്? ഈ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമ്മളൊരു മിക്സ്ഡ് ഫ്രാക്ഷനാക്കി മാറ്റുന്നതും മിക്സ്ഡ് ഫ്രാക്ഷനെ തിരിച്ച് ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുന്നതും പിന്നെ ഇതിൻ്റെ ഈ ഫ്രാക്ഷൻസിൻ്റെ കാൽക്കുലേഷൻസൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക്ഷീറ്റ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ആ വർക്ക്ഷീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? കേട്ടിട്ട് കൃത്യമായിട്ട് അത് ഈ ക്ലാസ് കേട്ട് മനസ്സിലാക്കിയിട്ട് ആ വർക്ക്ഷീറ്റ് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക. ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ, താങ്ക് യു.